ബേസിക്കലി ഐഡിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം ഒത്തിരി ഡാറ്റ ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു സർവേ അനുസരിച്ച് 32 GB ആണ് ഓരോ ദിവസം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. 32 GB അല്ലെങ്കിൽ 174 ന്യൂസ് പേപ്പർ. ഒന്ന് ഓർത്ത് നോക്കിയേ, 174 പത്രം ഓരോ ദിവസം വായിക്കുന്നത്. ഓരോ ദിവസമാണ് 174 പത്രം വായിക്കുക. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ ആയിരിക്കും, ഗൂഗിളിൽ കൂടെ ആയിരിക്കും. അങ്ങനെ കുറേ അതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എല്ലാ ദിവസവും എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ ബുക്കിനകത്ത് പറയുന്ന എല്ലാം നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമല്ല. നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന കാര്യം മാത്രം എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. ചിലർ ബുക്കേലായിരിക്കും, ചിലർ ഇങ്ങനെ പോസ്റ്റ് ഞാൻ പണ്ട് പോസ്റ്റ് നോട്ട്സിലായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ട അതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പം കുറേ നാളായിട്ട് ഇപ്പം നോഷൻ എന്ന് പറയുന്ന ഒരു നോട്ട് ടേക്കിംഗ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് കൂടുതലും ഞാൻ ഹാബിറ്റ്സ്, എൻ്റെ ജിമ്മിൽ പോകുന്നതിൻ്റെ ഷെഡ്യൂളും എന്തൊക്കെയാണ് ചെയ്തത്, കഴിഞ്ഞ ആഴ്ച എന്നൊക്കെയാണ് ചെയ്തത്, അതൊക്കെയാണ് കൂടുതലും ഞാൻ നോട്ട് ബുക്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും, നോട്ട്സിൽ. അതുകൂടാതെ ഇങ്ങനെ ഇത് ഹാബിറ്റ് ട്രാക്കറാണ്. ഇതിനകത്ത് പല സംഭവങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. ഇതിനകത്ത് കുറേ ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. ഇങ്ങനെ പ്രോജക്ട്സ്, സ്പ്രിൻറ്റ്സ്, ഇപ്പം ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം ഈ സ്പ്രിൻറ്റ്സ് ഒക്കെ എന്തുവാണ്. ജീറ പോലൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസൈനർ പോർട്ട്ഫോളിയോ, ഡാറ്റാബേസ് കൺട്രോൾ ചെയ്യാം. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള. ഇപ്പം നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, ഇതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ്, ക്ലാസ് നോട്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കാം, അങ്ങനെ പലതും ചെയ്യാം. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന എൻ്റെ ഹാബിറ്റ്സ് കളക്ട് ചെയ്ത് വെക്കാനും, ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാനും, പിന്നെ എൻ്റെ വീഡിയോ ഐഡിയാസ് എന്നൊക്കെയാണ് അതൊക്കെ എഴുതി വെക്കാൻ, സ്റ്റോർ ചെയ്ത് വെക്കാൻ. അല്ലെങ്കിൽ ഞാനിപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് പോകുമ്പം കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചുമ്മാ സ്റ്റോർ ചെയ്ത് വെക്കും. പേഴ്സണൽ ഹോമിനകത്ത് നമുക്ക് പല കാര്യങ്ങളൊക്കെ, ട്രാവൽ പ്ലാൻസ്, അങ്ങനത്തെ സംഭവം, പേഴ്സണൽ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ വീക്ക്ലി ടു ഡു ലിസ്റ്റ്, പിന്നെ റീഡിങ് ലിസ്റ്റ്, ഇനി ഏതൊക്കെ ബുക്ക് വായിക്കണം, അതെല്ലാം നമുക്ക് ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ബുക്കെല്ലാം വേറൊക്കെ ഇവിടെ എടുത്തു വെക്കും, പിന്നെ എപ്പോഴേലും വായിക്കാൻ വേണ്ടി. വായിക്കാത്തതൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. എന്നാലും ഒരു ദിവസം സമയം കിട്ടുമ്പോൾ ഇതൊക്കെ വായിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ TV ഷോസൊക്കെ കാണുവാണെങ്കിൽ, നല്ല ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഇൻസ്പിറേഷനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ആപ്പ്. ഇതിനകത്ത് പടവും ഇമേജസും വീഡിയോസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സോ കാര്യങ്ങളോ, ഇതൊക്കെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഓരോ സംഭവങ്ങൾ ഞാൻ പണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചതൊക്കെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു സംഭവമാണ് ഈ കോമൺ പ്ലേസ് ബുക്ക് എന്ന് പറയും. നമുക്കറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറന്നുപോയി ഈ സംഭവമൊക്കെ. നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ സംഭവിച്ചു അതൊക്കെ എഴുതി വെക്കുന്നത് നല്ല. ഡയറി ആയിട്ട് യൂസ് ചെയ്യാം, ജേണൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എങ്ങനെ പ്ലാൻ ചെയ്യാം, അതിനെപ്പറ്റിയൊക്കെയാണ് കൂടുതലും ഈ ബുക്കിനകത്ത്. നല്ലൊരു ബുക്കാണ്, വായിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്താലും മതി, സൂപ്പറാണ്. ഒരു നല്ല ഇൻ്റർവ്യൂ ഉണ്ട്, അത് ലിങ്ക് ഇടാം. ഇതാന്ന് തോന്നുന്നു, ഇത് തന്നെ. ഇതും താഴെ ഞാൻ ലിങ്ക് ചെയ്തേക്കാം, സൂപ്പറാ. അത്രയൊക്കെ ഉള്ളൂ.